എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കും. വിദ്യാർത്ഥികൾക്ക് ഇതുവരെ ഓൺലൈനായിട്ട് അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ വേണമെങ്കിൽ റദ്ദ് ചെയ്യാവുന്നതും, അതായത് ആവശ്യമില്ലാത്ത ഓപ്ഷനുകൾ റദ്ദ് ചെയ്യാവുന്നതും, അതുപോലെ തന്നെ നിങ്ങൾ ഓപ്ഷൻ നൽകിയിട്ടുള്ള കോളേജുകളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നൽകേണ്ടതും ആണ്. വിദ്യാർത്ഥികൾ കോളേജിൽ നൽകുന്ന പ്രിൻ്റ് ഔട്ടിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു മാർക്ക് ഡീറ്റെയിൽസും പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങളെ ഈ ഒരു സ്പോട്ട് അഡ്മിഷനായിട്ട് കോളേജിൽ നിന്ന് വിളിക്കുക. അപ്പോൾ കോളേജിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും, അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും, അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയാണ്. അതായത് ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുകയും, അതുപോലെ തന്നെ ഇവിടെ വേക്കൻസി ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെയും വേക്കൻസി വ്യൂ വേക്കൻസീസ് എന്ന സ്റ്റാറ്റസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓരോ പ്രോഗ്രാംസും സെലക്ട് ചെയ്ത ശേഷം അതിൽ ഏതൊക്കെ കോളേജിൽ വേക്കൻസി ഉണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ ഇവിടെ വേക്കൻസി ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓപ്ഷൻ വെക്കുക. ഓപ്ഷൻ വെച്ച ശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏത് കോളേജുകളിലേക്കൊക്കെയാണ് ഓപ്ഷൻ വെച്ചിട്ടുള്ളത് ആ ഒരു കോളേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും, അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതുപോലെ തന്നെ ഫോട്ടോ എന്നിവയൊക്കെ പോകുമ്പോൾ എടുക്കുക. പക്ഷേ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് മാത്രമേ കോളേജിൽ നൽകേണ്ടതുള്ളൂ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ നൽകിക്കഴിഞ്ഞാൽ നിങ്ങളെ ആ ഒരു കോളേജിൽ നിന്നും ഈ ഒരു രീതിയിൽ ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും അതുവഴി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് ആ ഒരു സീറ്റ് വേക്കൻസി അനുസരിച്ചാണ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളെ നിങ്ങൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിൽ, അതായത് ആപ്ലിക്കേഷൻ നൽകിയ മൊബൈൽ നമ്പറിൽ നിങ്ങളെ വിളിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് പോയിട്ട് അഡ്മിഷൻ എടുക്കുക. ഓൾറെഡി ഏതെങ്കിലും കോളേജിൽ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആ ഒരു കോളേജിൽ അങ്ങനെ വിളിച്ച ശേഷം നിങ്ങൾ നേരിട്ട് ആ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷനൊക്കെ ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ മുൻപ് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിന്നും TCയോ മറ്റു കാര്യങ്ങളോ വാങ്ങിക്കാവൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് കൺഫേം ചെയ്തിട്ട് മാത്രമേ TC വാങ്ങിക്കാവൂ. കാരണം അത് കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രത്യേകം നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം അഥവാ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ തരാൻ സാധിക്കാതെ വരികയാണെങ്കിൽ ആദ്യം ലഭിച്ച കോളേജിൽ നിന്ന് TC വാങ്ങിക്കുകയാണെങ്കിൽ അവിടുത്തെ അഡ്മിഷൻ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ TC ഒന്നും വാങ്ങിക്കാതെയാണ് ഈ ഒരു പുതുതായിട്ട് അലോട്ട്മെൻറ്റിനായിട്ടുള്ള സ്പോട്ട് അഡ്മിഷൻ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ, അത് നിങ്ങളെ അഡ്മിഷനായിട്ട് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ പോയിട്ട് അവിടുത്തെ ആ അഡ്മിഷൻ കൺഫേം ചെയ്ത ശേഷം മാത്രമാണ് നിങ്ങൾ മുൻപ് അഡ്മിഷൻ എടുത്ത കോളേജിൽ നിന്നും നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻറ്റ്സൊക്കെ, അതായത് TC ഉൾപ്പെടെ തിരിച്ച് വാങ്ങിക്കാവൂ എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 200 രൂപ കറക്ഷൻ ഫീ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഓപ്ഷനുകളൊക്കെ വെച്ചുകൊണ്ട് ആ ഒരു ഓപ്ഷൻ വെച്ച കോളേജുകളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ നൽകേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഡേറ്റ് നിലവിൽ നീട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു സമയം കറക്റ്റായിട്ട് ഈ ഒരു അപേക്ഷ, അതായത് നിങ്ങളുടെ സ്പോട്ട് അഡ്മിഷനുള്ള അപേക്ഷ നൽകേണ്ടതാണ്. അപ്പോൾ 23-ാം തീയതിയോടെ നിങ്ങളെ കോളേജിൽ നിന്നും കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.